CMRL-നും TV ഇണയ്ക്കുമെന്ന നിർണായകം. CMRL എക്സാലോജിക് ഇടപാടിൽ ED അന്വേഷണമാകാമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് തള്ളണമെന്ന് CMRL അപ്പീലിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക. EDയുടെ അന്വേഷണ പരിധിക്ക് പുറത്തുള്ള വിഷയമെന്നാണ് CMRL നിലപാട്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏറെ നിർണായകമായ ഒരു ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഈ CMRL ഹർജിയിലെ വിധി വരികയാണ്. അത് മാത്രമല്ല, EDയുടെ പ്രത്യേക യോഗം ചേരുന്നു. ED ഡയറക്ടർ തന്നെ കൊച്ചിയിലേക്ക് എത്തുന്നു. ഈ കേസിൽ ഈ വിധിക്ക് അടിസ്ഥാനമാക്കി എന്താണ് ഈ മാസപ്പടി കേസിലെ തുടർ നീക്കങ്ങളെന്ന് തീരുമാനിക്കപ്പെടും. ഒപ്പം തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന അക്രമത്തിൽ എങ്ങനെയാവണം ആ കേസിനെ പരിഗണിക്കേണ്ടത്, സമീപിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനമായേക്കില്ലേ? ഗുഡ് മോർണിംഗ് ഗോകുൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്ന്. പ്രത്യേകിച്ച് ഈ കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വരാനുണ്ട്. ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉന്നതതല യോഗവും കൊച്ചിയിൽ ചേരുന്നു. ഹൈക്കോടതിയിൽ CMRL പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ജസ്റ്റിസ് TR രവി ഈ എക്സാലോജിക് CMRL ഇടപാടിൽ ED അന്വേഷണമാകാം, അതിൽ മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചൊരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ആ വിധിക്ക് പിന്നാലെ തന്നെ 12 ഇടങ്ങളിൽ വീണ ടിയുടെ സാന്നിധ്യമുണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടടക്കമുള്ള 12 ഇടങ്ങളിൽ ED പരിശോധിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് CMRL വീണ്ടും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത് EDയുടെ ജൂറിസ്ഡിക്ഷന് പുറത്തുള്ള കാര്യമാണ്. EDക്ക് ഈ കേസ് അന്വേഷിക്കുന്നതിൽ അധികാരപരിധിയില്ല. ഒപ്പം തന്നെ SFIO കംപ്ലൈന്റ് ചെയ്തിരുന്നതിന് മുമ്പ് തന്നെ ED അന്വേഷണം ആരംഭിച്ചു. കേവലം ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ EDക്ക് അന്വേഷിക്കാനാകില്ല. ഈ വിഷയം തന്നെ നേരത്തെ തന്നെ കമ്മീഷൻ ഇതിനു മുൻപിൽ, അതായത് ഇൻകം ടാക്സിന്റെ കമ്മീഷൻ വിഭാഗത്തിന് മുമ്പിൽ തന്നെ ഒത്തുതീർപ്പായ അല്ലെങ്കിൽ പരിഗണിച്ച് ഫൈനടച്ച വിഷയം തന്നെയാണ്. അതിലേക്ക് ഇനിയൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല തുടങ്ങിയ നിലപാടുകളൊക്കെയാണ് EDക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര ഉന്നയിച്ചത്. പക്ഷേ ഇതേ ആരോപണങ്ങൾ തന്നെ അദ്ദേഹം നേരത്തെ സിംഗിൾ ബെഞ്ചിൽ ഉന്നയിച്ചെങ്കിലും അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. ഡിവിഷൻ ബെഞ്ചിലേക്കും കുറച്ചുകൂടി ശക്തമായി തന്നെ ഇതേ വാദങ്ങൾ തന്നെ ഉന്നയിച്ചിരുന്നു. ED ആകട്ടെ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ എന്ന നിലപാടിലാണ്. കമ്പനി ആക്ട് പ്രകാരമല്ല തങ്ങളുടെ കേസ്, മറിച്ച് കള്ളപ്പണം വെളുപ്പിക്കലിനാണ് തങ്ങൾ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പല തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ EDക്ക് വേണ്ടി ഹാജരായി കോടതിയിൽ പറഞ്ഞത്. എല്ലാ വിഭാഗങ്ങളെയും വിശദമായി കേട്ടാണ് കോടതി ഇപ്പോൾ ഒരു ഉത്തരവ് പറയാൻ പോകുന്നത്. ഇന്ന് രാവിലെ ഏറ്റവും ആദ്യത്തെ ഐറ്റമായി തന്നെ ഇതിന്റെ ഉത്തരവ് പറയും. ആ ഉത്തരവ് വന്ന ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അനുകൂലമാണെങ്കിൽ വീണ ടി അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകാനുള്ള നടപടിയിലേക്ക് ED പോകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ അവർ അതിനുവേണ്ടിയുള്ള പ്രാഥമിക നടപടികളൊക്കെ തുടങ്ങിയപ്പോഴാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. മറ്റൊരു വിഷയം, കുറെ നാളുകൾക്ക് ശേഷം, ഒരുപക്ഷെ ഒരു 3-4 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ കൊച്ചിയിലെ ആസ്ഥാനത്തേക്ക് എത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട സാഹചര്യം ഒരുക്കിയത് ED ഉദ്യോഗസ്ഥർക്കെതിരെ തിരുവനന്തപുരത്തുണ്ടായ ആക്രമണമാണ്. രാഹുൽ നവീൻ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കൊച്ചിയിലെ ഹോട്ടലിലെത്തിയത്. ഇന്ന് 10:15 കൊച്ചി ആസ്ഥാനത്ത് ED ആസ്ഥാനത്ത് അദ്ദേഹം എത്തും. അവിടെ ഉന്നതതല യോഗം ചേരും. 9:30 ഉദ്യോഗസ്ഥരെല്ലാം അസംബിൾ ചെയ്യണം എന്ന നിർദ്ദേശവും അവർക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചർച്ചയായി വരാൻ പോകുന്നത് സ്വാഭാവികമായും ED ഇവിടെ അന്വേഷിക്കുന്ന കേസുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റീസെന്റായി വന്നിട്ടുള്ളത് CMRLന്റെ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതും വിശദമായി പരിശോധിക്കും. അതിനെല്ലാം അപ്പുറത്ത് ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഇനി തുടർ നടപടികൾ എങ്ങനെ സ്വീകരിക്കണം, അതിന്റെ കേസിൽ എങ്ങനെ സമീപിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. നേരത്തെ ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ED CBI അന്വേഷണം ആ വിഷയത്തിൽ ആവശ്യപ്പെടുമെന്ന്. പക്ഷേ EDക്ക് മുമ്പാകെ തന്നെ, അതിനു മുമ്പ് തന്നെ ഒരു പബ്ലിക് ലിറ്റിഗേഷൻ, അത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുകയും ഇന്നലെ കോടതി അത് പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ബദലായി CBI അന്വേഷണം ആവശ്യപ്പെട്ട ED തന്നെ മുന്നോട്ട് വരുമോ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അതിലൊക്കെ ഒരു തീരുമാനം ഇന്ന് കൊച്ചിയിൽ ചേരുന്ന ഈ ഉന്നതതല യോഗത്തിലുണ്ടാകും. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അതിനിർണായകമായ ഒരു ദിവസമാണിന്ന് ഗൂഗിൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.